സഹൃദയരായ വല്ലപ്പള്ളി നിവാസികൾ, ഞാൻ ഓർക്കാണ്, നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നു ഇവിടെ വരുമ്പോൾ മലയാളമാണ് മറന്നു പോകും. പിള്ളേരും പഠിക്കുക. എന്നാൽ തമിഴുകാരോ ഹിന്ദിക്കാരോ അവരുടെ വീട്ടിൽ അവരുടെ ഭാഷ സംസാരിക്കും. ഒരു 50 വർഷമായി വന്ന ഒരു അപ്പച്ചന് നാട്ടിൽ ചെന്നു. ഒറ്റ കാര്യം ഞാൻ പറയാം, വേദപുസ്തകം വായിക്കാമെങ്കിൽ മലയാളം മറന്നു പോയി. എന്നും ഒന്ന് വായിച്ചു നോക്കി മലയാളം. ആ മനുഷ്യൻ അവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു, ഇവിടെ പട്ടിക വെച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ വായിക്കുക, ഇവിടെ പട്ടിക വെച്ചിരിക്കുന്നു. എന്തോ ഒരു വ്യത്യാസം. പട്ടിക എവിടെ കിടക്കുന്നു, പട്ടിക ഇവിടെ കിടക്കുന്നു. പിന്നെ അറിയാൻ വയ്യാതെ നിന്റെ ഭാഷ നീ മറക്കരുത്. അതിനൊന്നുകൂടെ ഞാൻ പറയുന്നു ബൈബിൾ. ഇനിയും ഞാൻ ഓർക്കുകയാണ്, എല്ലാത്തിനും പ്രോഗ്രാമിന് പരിപാടികളുണ്ട്. അതനുസരിച്ച് ആണ് നടത്തുന്നത് പരിപാടി. ആ പരിപാടി അത് മദ്യപാനത്തിലേക്കാണ് മിക്കവാറും നയിക്കപ്പെടുന്നത്. ഇന്ന് ഏത് പരിപാടി ഉണ്ടെങ്കിലും, ക്രിസ്മസ്, ഓണം ഏതുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത് ഈ 3 സന്ദർഭങ്ങളിലാണ്. അപ്പം നമ്മൾ ഓരോ ചടങ്ങിലെയും അതിൻ്റെ പ്രോഗ്രാം പരി എന്ന് പറഞ്ഞാൽ ചേരി, പരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചേരിയാണ്. പാടി എന്ന് പറഞ്ഞാൽ മദ്യത്തിലേക്ക് നയിക്കുന്നതാണ്. നമ്മുടെ പരിപാടികൾ എല്ലാം മദ്യത്തിലേക്ക് നയിച്ച് കുളമാക്കുന്നത്. നമുക്ക് അങ്ങനെ ഒക്കത്തില്ല. നമുക്ക് തിരുവോണം ക്രിസ്ത്യാനികൾക്ക് എന്നും ഓണമാണ്. നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം നമുക്കെന്നാ കുഴപ്പം? അതാണ് ക്രിസ്ത്യാനിയുടെ ഓണം. എന്നും മറ്റവർക്കൊക്കെ ആണ്ടിലൊരിക്കല്. ഈ ഓണമെന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിൽ ചന്ദ്രൻ ശ്രാവണ നക്ഷത്രത്തിൽ നിൽക്കുന്ന ദിവസമാണ് ഓണ ദിവസം. അന്ന് ദൈത്യ രാജാവായ മഹാബലി പാതാളത്തിൽ നിന്ന് കേരളം സന്ദർശിക്കുവാൻ ഒരു വിഷ്ണുവുമൊത്ത് അതായത് വരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതൊക്കെ ഒരു വിശ്വസനീയമായ കാര്യമാണ്. തൃക്കാക്കരയിൽ വെച്ചായിരുന്നു ആദ്യത്തെ ഓണാഘോഷം. തൃക്കാക്കര, ഇതിൻ്റെ ഉൽപ്പത്തി ഞാൻ പറയുന്നത്. ആദ്യ ഓണാഘോഷിച്ചത് പിന്നീട് ലോകമെങ്ങും ഇന്നിപ്പോൾ യൂസിലേക്ക്. ഇതൊരു ദേശീയ ആചാരമാണ്. അതിൽ നമ്മൾ സംബന്ധിക്കുന്നേ ഉള്ളൂ. നമ്മുടെ കർത്താവ് യേശുവാണ്. ആ യേശു വരും, നമ്മളെ ചേർക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ഇതിൻ്റെ സന്ദേശം ഞാൻ ഉൾപ്പെടുത്തും. സമത്വം, ഏകോദര സഹോദരങ്ങളെ പോലെ മനുഷ്യർ എല്ലാവരും ജീവിക്കണം. ജാതി, മത, പ്രാദേശിക, രാഷ്ട്രീയ ചിന്തകൾ വെച്ച് പുലർത്തരുത്. കള്ളത്തരവും ചതിയും ഒന്നും പാടില്ല. മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. വിദ്വേഷം, വെറുപ്പ് ഇവ പാടില്ല. കൂട്ടായ പ്രവർത്തനങ്ങളുടെ എല്ലാ രംഗത്തിലും സമൃദ്ധി ഉണ്ടാകണം. വിഭാഗീയ ചിന്താഗതി മാറ്റണം. ഞാൻ ഓർക്കായിരുന്നു, 2 കരക്കാര് ഒരു പായസം വെച്ചു. നല്ല പായസം ഓണത്തിന്. ഒരു കരക്കാര് പായസം വെച്ചിട്ട് അവരത് പറഞ്ഞു, ഒരു വലിയ തവി അതിങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കുടിക്കണം. അവർ കോരിയിട്ടൊന്നും വെള്ളം ഷട്ടേ വീഴുകയുള്ളൂ. ഇത് കണ്ടോണ്ട് മറ്റവൻ പറഞ്ഞു, ഇത് കോരി അവന് കൊടുത്തു. അതാണ് സ്നേഹം. മനസ്സിലായോ? നീ തന്നെ കോരി കുടിക്കാൻ പോയാൽ നീയും ഗുണം വരികയില്ല, നിനക്ക് കിട്ടത്തുമില്ല. നീ മറ്റുള്ളവനൊന്ന് കൊടുത്തേ, നീയും അനുഗ്രഹിക്കപ്പെടും, നിന്റെ തറവാടും അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കളും, നിന്റെ കന്നുകാലികളുടെ പേരും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. നമ്മുടെ പണം, ധനം പങ്കുവയ്ക്കുന്നത് അത് ആ കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ പറ്റിയ സുരക്ഷിതമായ സങ്കേതമാണ്. പാവപ്പെട്ടവൻ്റെ കുടിലും വിധവയുടെ ഭവനവും. അതാണ് നമുക്കിത് പാത്തു വയ്ക്കുവാൻ. എൻ്റെ കയ്യിൽ ഇത് കൊണ്ടുവന്ന് ഞാനൊന്നും പോകത്തില്ല. എനിക്ക് കഴിഞ്ഞ എൻ്റെ വൈഫിന് 1 വർഷമായി ക്യാൻസറാണ്. ദൈവം സൗഖ്യമാണ്, ദൈവം ഹീലറാണ്. ഞാനത് വിശ്വസിക്കുന്നു. എനിക്കും
ഇപ്പോൾ 76 വയസ്സാകുക ഈ വരുന്ന ഞായറാഴ്ച 22-ാം തീയതി. എൻ്റെ വൈഫിനും 23-ാം തീയതി. ഞങ്ങൾ അതിനും ചോദിക്കാം 22, 23. അപ്പം ദൈവം ഇത്രത്തോളം നടത്തി മക്കളെ തന്നു. അവിടെ നിന്ന് കേരളക്കരയിൽ നിന്ന് വന്നു. എല്ലാം ദൈവം തന്നു. മക്കളെ തന്നു, പുത്രസമ്പത്ത് തന്നു, ഭവനം തന്നു, എല്ലാം തന്നു, ചർച്ച തന്നു. എനിക്കാണ് ഇവിടെയാണ് ഞാൻ കൂടുന്നത്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും എത്ര ആളുണ്ട് അച്ഛന്? ഞാൻ പറഞ്ഞു 1000 കുറവാണ്. 25,000 കുറവില്ലല്ലോ. കടം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ കടം പറയാം. അയ്യോ ഇത്രയും വലിയ പള്ളിയാണ് ഞാൻ പറഞ്ഞു 1000 കുറവ് പേടിക്കണ്ടാവും. 25 ഉണ്ടെങ്കിലും 30 ഉണ്ടെങ്കിലും 1000 കുറവ്. എനിക്ക് ഒന്നേ അറിയാം, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ഞാൻ ഈ 58 കൊല്ലമായി സുവിശേഷം പറയും. 53 കൊല്ലമായി അച്ഛനായിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും പരിഹരിച്ച് പറയുകയാണ്, ഒന്നേ ഉള്ളൂ, നമുക്ക് നമ്മുടെ കർത്താവിനെ കാണണം. ഐ വിൽ സീ ഹിം ഫേസ് ടു ഫേസ് വൺ ഡേ. അല്ലെങ്കിൽ യാതൊരു ഉണരുമ്പോൾ അവൻ്റെ മുഖം കണ്ട് തൃപ്തനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഓണ ആശംസകളും നേരുന്നു. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.